ഏറ്റവും ബഹുമാന്യനും ഈ സരസ്വതി വിദ്യാലയത്തിൻ്റെ അധ്യക്ഷനുമായ റവറൻഡ് ഫാദർ മാത്യു എബ്രഹാം മോഡി OAC, ഏറ്റവും ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, അധ്യാപകരെ, അനധ്യാപകരെ, അതിനേക്കാളെല്ലാം ഉപരിയായി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഗിരിദീപം എന്ന ഈ വിദ്യാലയത്തിൻ്റെ ഏറ്റവും മനോഹര സുന്ദരന്മാരുമായ എൻ്റെ കുഞ്ഞ് സഹോദരി സഹോദരന്മാർ, ഇവിടെ വന്നപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കടന്നുപോയ വിദ്യാലയങ്ങളിലെ വിദ്യാഭ്യാസം, നമ്മൾ കടന്നുപോയ വഴികളിലൂടെ ഒരു എത്തിനോട്ടവും ഒക്കെ എനിക്ക് സംഭവിച്ചു. അതിലൊന്ന്, എനിക്കൊരു പൂച്ചട്ട് കൊണ്ട് തന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവിടെ തന്നെ കുട്ടികൾ ഉണ്ടാക്കിയതാണ്. പണ്ടൊക്കെ ഈ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഒരു ടൈം ഉണ്ടായിരുന്നു. കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഈ സൂചി നൂലൊക്കെ ആയിട്ട് വന്ന് അതൊക്കെ പഠിക്കണമായിരുന്നു. ഇന്ന് ആ ഒരു പോർഷൻ, അങ്ങനെ ഒരു സംഭവം ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ അവർ സ്വന്തമായിട്ട് ക്രിയേറ്റിവിറ്റിയിലൂടെ അവരുടെ സംഭാവനകളായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അത് അവരുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ അത് സഹായിക്കുന്ന ഒരു വലിയ ഘടകത്തെ അവരോടൊപ്പം നിർത്തുന്നു എന്നുള്ളതാണ് എനിക്ക് ആ പൂച്ചെണ്ടിലൂടെ എനിക്ക് മനസ്സിലായത്. അത് സൃഷ്ടിച്ച എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. മക്കളെ, എന്ത് പറ്റി? ഒരു തണുപ്പാണല്ലോ, മഴയാണെന്നുകൊണ്ടാണോ? ഒന്ന് കൈയടിച്ചേ. മഴയൊക്കെ വടക്ക് ഭയങ്കര മഴയാണ്. നമ്മുടെ ഇങ്ങോട്ട് പെയ്ത് തുടങ്ങിയിട്ടില്ല. പക്ഷേ മഴയൊക്കെ വരണം അല്ലേ? തണുത്തു പോകണ്ട. ഇന്ന് നമുക്കൊരു ആർട്സ് ഫെസ്റ്റ് നടക്കുകയാണ് അല്ലേ? തീർച്ചയായും അങ്ങനെയുള്ള ഒരു ആർട്സ് ഫെസ്റ്റ് പഠനത്തോടൊപ്പം ഇല്ലെങ്കിൽ, കലാകായികവുമായ ബന്ധങ്ങളില്ലെങ്കിൽ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ വളരെയധികം ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടേണ്ടി വരും. ഞങ്ങളുടെയൊക്കെ കാലത്ത് എന്ന് പറയുന്നത്, എന്നെ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ OG എന്ന് വേണേൽ പറയാം. പക്ഷേ ജെൻസിയായിട്ടുള്ള നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു കുഞ്ഞോ 2 കുഞ്ഞുങ്ങളോ മാത്രമായിട്ട് നിങ്ങളുടെ വീട്ടിൽ കാണുമ്പോൾ, ഞങ്ങളൊക്കെ 4ഉം 5ഉം ചിലപ്പോൾ 10 കുട്ടികളൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ ജനിക്കുമ്പോൾ അവിടെ തമ്മിൽ തന്നെ വഴക്കൊക്കെ ഉണ്ടായെങ്കിൽ അത് അവിടെ തന്നെ തീർന്ന് അതിലൂടെ നമ്മൾ മാനസികമായ ഒരു വിൽ പവർ ഉണ്ടാകുകയാണ്. ഇന്നത് സംഭവിക്കുന്നില്ല. അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, തൂഫാൻ പോലെയുള്ള ഒരു വലിയ മൂവ്മെൻറ്റ് സർക്കാർ ഇപ്പോൾ നടത്തേണ്ട ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്നു എന്നുള്ളത് വലിയ വിഷമകരമാണ്. നിങ്ങളാരും ഒരു മോശം ചെയ്തിട്ടല്ല, പക്ഷെ നിങ്ങളെ ആ മോശം അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ നിങ്ങളുടെ പിന്നാലെ, നമ്മൾ കാർ ഓടിക്കുമ്പോൾ പണ്ട് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിലെ മാഷ് പറയും, നമ്മളെ ഒരു വണ്ടി ഇടിക്കാൻ വരുന്നു എന്ന് ചിന്തിച്ച് വേണം വണ്ടി ഓടിക്കാൻ എന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ നമ്മളെ അപകടത്തിൽപ്പെടുത്താൻ നമ്മുടെ പിന്നാലെ ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ആ പോകുന്ന പ്രയാണത്തിൽ എവിടെയെങ്കിലും കാല് തെറ്റി വീണാൽ അത് വലിയ വീഴ്ചയാവും. അത് സംഭവിക്കാതിരിക്കാൻ നല്ല കൂട്ടുകെട്ടുകൾ, നല്ലതിലേക്കുള്ള ലക്ഷ്യങ്ങൾ, നല്ല സമൂഹവുമായ ബന്ധങ്ങൾ, ഇത് നമ്മളെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇന്നിവിടെ എന്നെപ്പറ്റി ഒരു വലിയ പ്രൊഫൈലൊക്കെ തയ്യാറാക്കി. ഞാനത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയൊക്കെ ചെയ്യാൻ സാധിച്ചോ എന്നാണ്. ഞാൻ നിങ്ങളെപ്പോലെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അത്യാവശ്യം കുരുത്തക്കേടൊക്കെയുള്ള ഒരു വ്യക്തിയാണ്. ആ കുരുത്തക്കേടുകൾ ചെയ്താണ് നമ്മൾ അവിടെ ഒരു പ്രായച്ചിത്തം, തിരിച്ചറിയൽ എന്ന് പറയും. ഞാൻ 10 വയസ്സുള്ളപ്പോൾ ചെയ്ത കുറ്റം അല്ലെങ്കിൽ തെറ്റുകൾ ഞാൻ 30 വയസ്സിൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ തെറ്റുകൾ തിരുത്തുക എന്നുള്ളത് പോലെയാണ് ഞാൻ എൻ്റെ വളരെ കുഞ്ഞിലേ മുതൽ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ശരിയാണ്. 7 വയസ്സുള്ളപ്പോൾ 70 വയസ്സുള്ള ഒരു ക്യാരക്ടറൊക്കെ അഭിനയിച്ചാണ് ഈ നാടകത്തിലൂടെ വരുന്നത്. യൂണിവേഴ്സിറ്റി വെസ്റ്റാക്കിലാവുന്നതും അങ്ങനെയാണ്. ഇതൊക്കെ സംഭവിച്ചത്
അന്ന് കലയോടുള്ള ഒരു പാഷൻ കൊണ്ടാണ്. ഇന്ന് പക്ഷേ നിങ്ങളൊക്കെ കൂടുതലും സ്റ്റേജ് പെർഫോമിനേക്കാൾ കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് റീൽസൊക്കെ ഇടാനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുമാണ്, അല്ലേ? ശരിയാണ്. ഇപ്പൊ റീൽസിലൊക്കെ അഭിനയിച്ചല്ല, നാടകത്തിൽ അഭിനയിച്ചൊന്നുമല്ല. എൻ്റെ കൂടെ ഇപ്പൊ ഏറ്റവും അവസാനം ഞാൻ അഭിനയിച്ച വാഴ 2 എന്ന പടത്തിലെ ഐശ്വറിനെ പോലുള്ള ടീമുകൾ മൊത്തം എന്താ നിങ്ങൾക്ക് അറിയില്ലേ? അറിയില്ലേ ഐശ്വർ ടീം? അവരുടെയൊക്കെ പെർഫോമൻസ് എന്ന് പറയുന്നത് ആ സിനിമയിൽ വന്നത് ഈ പറഞ്ഞ പോലെ റീൽസ് ഒക്കെ എടുത്താണ്. അതൊന്നും മോശമാണെന്നല്ല, നല്ലത് വേണം. നല്ലതിലേക്കുള്ള ചവിട്ടുപടികളിൽ തെന്നി വീഴാതിരിക്കുവാൻ കലയെപ്പോലുള്ള ഒരു സർഗാത്മകമായ ഒരു പ്രക്രിയയിലെ ഒരു ഭാഗമാകുക എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തോടൊപ്പം നമുക്ക് വളരെ വലുതായിട്ട് ആവശ്യമുണ്ട്. ഇന്നിവിടെ പെർഫോം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, അത് ചിലർക്ക് ചിലപ്പോൾ എല്ലാവരും ഒന്നും സമ്മാനം കിട്ടണമെന്നില്ല. ചിലപ്പോൾ പരാജയങ്ങൾ ചിലർക്ക് സംഭവിക്കാം. പണ്ട് പറയുന്ന പോലെ ഒരു പരാജയം ഒരു വലിയ വിജയത്തിൻ്റെ ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ തുടക്കമാണ് എന്ന് മാത്രം കരുതുക. ഇന്നിവിടെ നടത്തപ്പെടുന്ന ഓരോ പരിപാടികളിലും ഞാനിങ്ങനെ ബുക്കിൻ്റെ ഒരു ഇത് കാണിച്ചു, കണ്ടിരുന്നോ നിങ്ങൾ? ഞാൻ ഇന്ന് വരെ എനിക്ക് വളരെ ക്ഷമയോടെ 2 വാക്ക് എഴുതാനൊന്നും കഴിയുന്ന ഒരാളല്ല. പക്ഷെ ഞാൻ എങ്ങനെയാണ് കർഷകനുമാവാൻ ആഗ്രഹിച്ച ആളല്ല. പക്ഷെ എൻ്റെ അച്ഛൻ ഇതുപോലെ ഒരു വിദ്യാലയത്തിൻ്റെ ഒരു അധ്യാപകനായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ മരണത്തിന് ശേഷം ഞാൻ ആ ഒരു കാർഷിക വൃത്തി, അതും വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് നെൽകൃഷി, അതിലേക്ക് ഇറങ്ങുകയും ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എന്നെ നിരന്തരമായിട്ട് ഒരു പബ്ലിഷേഴ്സ് എന്നെ വളരെയധികം ബന്ധപ്പെട്ട് നിങ്ങളൊരു ബുക്ക് എഴുതണം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ബുക്ക് എഴുതാനൊന്നും വലിയ സാഹിത്യമൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് പിന്നോട്ട് നിന്നെങ്കിലും എൻ്റെ വളരെ അടുത്ത വേണ്ടപ്പെട്ട ആൾക്കാർ എന്നെ സഹായിച്ചു. അതോടൊപ്പം എൻ്റെ ചില അനുഭവങ്ങളും ഞാൻ ഈ കാർഷിക വൃത്തിയിൽ വന്ന് നേരിടേണ്ടി വന്നതും ഞാൻ കർഷകരുമായിട്ട് തോളോട് ചേർന്ന് ചെയ്തിട്ടുള്ള സമരങ്ങളും എല്ലാം അതിൽ പ്രതിപാദിക്കുവാൻ സാധിച്ചു. അതിലേറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്ന്, മലയാളത്തിൻ്റെ നിങ്ങൾക്കറിയാം ദാദാ ഫാൽക്കെ അവാർഡ് നേടിയ മലയാളത്തിൻ്റെ അഭിമാനമായ എൻ്റെ ഒരു ജ്യേഷ്ഠനെ പോലെ ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ മോഹൻലാലാണ് ആ ബുക്കിന് അവതാരി എഴുതി തന്നു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എൻ്റെ ആ ബുക്കിൻ്റെ പേര് നിങ്ങൾ കണ്ടിരിക്കും. അതും സംഭാവന ചെയ്തത് അദ്ദേഹം തന്നെയാണ്. ഞാൻ കർഷക നടൻ എന്ന് മാത്രമേ അതിൻ്റെ ഒരു ടൈറ്റിലായിട്ട് വന്നുള്ളൂ. അപ്പം അദ്ദേഹം ഹൃദയപൂർവ്വം എന്ന സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ അത് വേണ്ട, ഹൃദയപൂർവ്വം കർഷക നടനാക്കിയാലോ, നന്നായിരിക്കില്ലേ? ഞാൻ പറഞ്ഞു ശരിയായിട്ടാ, ആയിക്കോട്ടെ. അങ്ങനെയാണ് ആ ബുക്കിനെ ഹൃദയപൂർവ്വം കർഷക നടന്നും അതോടൊപ്പം ഷാർജ ബുക്ക് ഫെയറിലാണ് അത് റിലീസ് ചെയ്തത്. അതിനുശേഷം ഞങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ ഒരു കുടുംബ സംഗമത്തിൽ വെച്ച് മമ്മൂട്ടി മോഹൻലാലിന് നൽകി അത് റിലീസ് ചെയ്യാൻ കേരളത്തിൽ സാധിച്ചു എന്നുള്ളത് ഞാൻ ചിന്തിക്കാത്ത, എൻ്റെ നിഘണ്ടുവിൽ പോലും ഇല്ലാത്ത ഒന്നാണ്. അപ്പോൾ ആ നിഘണ്ടു ഇല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമ്മൾ പരിശ്രമങ്ങൾ നടത്തണം. ആ പരിശ്രമത്തിൻ്റെ ചുവടുവെപ്പുകളിൽ എവിടെയെങ്കിലും കാലൊന്ന് വഴുതിയാൽ അതിനെ പിടിച്ചുയർത്തുവാൻ നമ്മോടൊപ്പം നമ്മുടെ സുഹൃത്തുക്കളുണ്ടാവും, നമ്മുടെ കുടുംബം ഉണ്ടാവും. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ഓരോരുത്തരും നല്ല കുഞ്ഞുങ്ങളായി കലാകാരന്മാരോടും കായിക പ്രതിഭകളും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും ഉന്നതിയിലെത്തുന്ന ഈ ഒരു ഗിരിദീപത്തിൻ്റെ അന്തസ്സുറ്റ വിദ്യാർത്ഥികളാകുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ആശംസിക്കുന്നു. അതോടൊപ്പം ഞാൻ ഈ പരിപാടിയിൽ വരാൻ കാരണം തന്നെ സജു കുര്യൻ അച്ഛനാണ് എന്നെ ഈ പരിപാടിയിലേക്ക് വിളിച്ച് എന്നെ ഫോളോ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു. അച്ഛാ പ്രത്യേകം നന്ദി. കാരണം ഇതുപോലെ ഒരു അന്തസ്സുറ്റ ഒരു വിദ്യാലയത്തിൽ ഗിരിദീപത്തിൽ വരുവാൻ സാധിച്ചത് ഞാൻ പോകാത്ത സ്കൂളുകളും കോളേജുകളും വളരെ കുറവാണ്. പക്ഷേ ഗിരിദീപത്തിൽ ഞാൻ ആദ്യമാണ് വരുന്നത്. എന്തായാലും ഇന്നാണ് സമയമായത്. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ എൻ്റെ സമയം ഗിരിദീപത്തിലേക്ക് ഇന്നായിരുന്നു. എല്ലാവരും ഹൃദയത്തിൻ്റെ ഭാഷയിൽ
ആശംസകൾ. ഈ ആർട്സ് ഫെസ്റ്റ് ഗംഭീരമാകട്ടെ. നിങ്ങളുടെ കലാതുടക്കത്തിന് ഇതൊരു വലിയ മാർഗദീപം തെളിയിക്കുന്ന ഒരു തുടക്കമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ